കേരളീയത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സമ്മറൊക്കെ ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ജൂലൈ മാസമായല്ലേ, ജൂൺ മൊത്തം മഴയൊക്കെ കൊണ്ടുപോയി. ഇപ്പോൾ ഇത് ജൂലൈയിലും ചെറിയ ചെറിയ പൊടിമഴകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. എന്നാലും കഴിയുന്നിടത്തോളം നമ്മുടെ വീക്കെൻഡുകളൊക്കെ നമ്മൾ എൻജോയ് ചെയ്യാൻ തുടങ്ങി. പിന്നെ എനിക്കാണെങ്കിൽ വീട്ടിൻ്റെ ബാക്ക് യാർഡിൽ നിൽക്കുമ്പോൾ നല്ല മണം വരുന്നുണ്ട്. പല പല വീടുകളിൽ ബാർബിക്യൂ പാർട്ടികളുടെ ഒരു മേളമാണ്. പിന്നെ അതുപോലെ തന്നെ ജക്കൂസിയിലും ഹോട്ട് ടബിലും സ്വിമ്മിംഗ് പൂളിലും ഒക്കെ ആളുകൾ നിറയുന്നു. ബീച്ചുകളിൽ പോയാൽ അവിടെ നിറയുന്നു. ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ആണെങ്കിലും എവിടെ വേണമെങ്കിലും നമ്മൾ യാത്ര പോകാൻ നോക്കി ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഫ്ലൈറ്റ് ടിക്കറ്റ്സിനും നല്ല റേറ്റായി. ഇപ്പോൾ ജൂലൈ ഓഗസ്റ്റ് ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു സമയമാണ് കാനഡയിൽ. അപ്പോൾ അതൊട്ടും ടൈം വേസ്റ്റ് ആക്കാതെ എല്ലാവരും എൻജോയ് ചെയ്യുക. കേരളീയവും കാണാൻ മറക്കരുത്. നമ്മൾ തുടങ്ങിയാണ് ഒരു വെറൈറ്റി എപ്പിസോഡുമായി ഇന്നത്തെ എപ്പിസോഡ്. നമ്മുടെ കേരളീയത്തിൻ്റെ ഫസ്റ്റ് സെഗ്മെൻറ്റ് നാട്ടരങ്ങ്. ധാരാളം കലാപരിപാടികൾ കാനഡയുടെ പല പല ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ കാണിക്കാൻ സാധിച്ചില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി കൾച്ചറൽ ആക്ടിവിറ്റീസ് നമ്മൾ നാട്ടരങ്ങിലൂടെ കാണിക്കാറുണ്ട്. ഈ അടുത്തിടെ ഗുരുവായൂരപ്പൻ ടെമ്പിളിൽ നടന്ന ഒരു പഞ്ചാരി മേളം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം ഓടിയത് നമ്മുടെ തൃശ്ശൂർ പൂരവും അതിനോട് സംബന്ധിച്ചുള്ളൊരു പഞ്ചാരി മേളമൊക്കെ അല്ലേ. അതുപോലെ തന്നെ നാട്ടിലെ പോലെ തന്നെ ആ ഒരു മേളം ഇല്ലെങ്കിൽ അതുപോലത്തെ ആ ഒരു ഭംഗി മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു മേളമാണ് ഈ അടുത്തിടെ നമ്മുടെ ദർഹാം കലാകേന്ദ്രയും കലാധരൻ മാഷിൻ്റെ ആ ഒരു ശിശുത്വത്തിൽ നടത്തിയ ഒരു പഞ്ചാരി മേളം ഈ അടുത്തിടെ ടെമ്പിളിൽ. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാം. നാട്ടരങ്ങ് ഈ സെഗ്മെന്റ്. ആദ്യമായിട്ടാണ് കാനഡയിൽ പഞ്ചാരിമേളം. ഇതിനു മുന്നേ പഞ്ചാരിമേളം നടന്നിട്ടുണ്ട്, പക്ഷെ ഒരു അരങ്ങേറ്റം പഞ്ചാരിമേളം നടക്കുന്നത് ആദ്യമായിട്ടാണ്. ഇന്നലെ ഒരു ബാച്ചിൻ്റെ അരങ്ങേറ്റം ഉണ്ടായിരുന്നു, ഇന്ന് വേറൊരു ബാച്ചിൻ്റെ. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിനകത്ത് മാത്രം കൊട്ടുന്ന ഒരു മേളമാണ് അത്. പഞ്ചാരിമേളം എന്ന് പറയുന്നത് ക്ഷേത്രത്തിനകത്ത് മാത്രമേ, പുറത്തും കൊട്ടും. പക്ഷേ ഈ പാണ്ടിമേളം അങ്ങനെ പല മേളങ്ങളുണ്ട്. അതിൽ പാണ്ടിമേളം ക്ഷേത്രത്തിനകത്ത് കൊട്ടില്ല, പഞ്ചാരിമേളം കൊട്ടും. അങ്ങനെ ഒരു വ്യത്യാസമാണ്. പിന്നെ കയ്യും കോലുമാണ് പഞ്ചാരിമേളത്തിന് യൂസ് ചെയ്യുക. അങ്ങനെയാണ് ഈ മേളത്തിൻ്റെ പ്രത്യേകത. ഇന്നത്തെ മേളത്തിൽ 11 പേരുടെ അരങ്ങേറ്റമാണ്. മൊത്തം ടീം ഒരു 50-60 പേരുണ്ടാവും. എല്ലാ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളും നാട്ടിൽ നിന്ന് പ്രഗത്ഭരായ വാദ്യക്കാർ വന്നിട്ടുണ്ട്. അവരെല്ലാവരും സപ്പോർട്ടുണ്ട്. ഞാൻ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി പഠിപ്പിച്ച് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുത്തത്. അങ്ങനെ അരങ്ങേറ്റം ആരംഭിക്കാൻ പോവുകയാണ്. നമ്മൾ ഡുറാൻ റീജിയണിൽ ആദ്യമായിട്ടാണ് ഒരു പഞ്ചാരി മേളത്തിൻ്റെ പ്രാക്ടീസ് തുടങ്ങുന്നത്. അപ്പോൾ കലാധരൻ മാഷിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഇങ്ങനെ പഞ്ചാരി മേളത്തിൻ്റെ പ്രാക്ടീസ് നടത്തുകയാണ്. അപ്പോൾ ഇന്ന് അതിൻ്റെ അരങ്ങേറ്റം കുറിക്കുകയാണ്. നമ്മളൊരു ഏകദേശം 11 പേരുണ്ട്. അതിൽ 10 വയസ്സുള്ള കുട്ടി മുതൽ 50 വയസ്സുള്ള ആൾക്കാർ വരെ ഉണ്ട്. ഇതിൽ ബോയ്സും ഗേൾസും എല്ലാവരും ഉണ്ട്. വിവിധ പ്രായത്തിലുള്ള ആൾക്കാരുടെ ഒരു ഗ്രൂപ്പാണത് ദറം കലാക്ഷേത്രം. ഇത് കാനഡയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ പഞ്ചാരി മേളം ചെയ്ത് ഇങ്ങനെ അരങ്ങേറ്റം നടത്തുന്നത്.